മലപ്പുറത്തെ ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശം മറികടന്ന് അമിത വേഗതയിൽ ബസ് ഓടിച്ച KSRTC ഡ്രൈവർക്കെതിരെ നടപടി. പാലക്കാട് കോങ്ങാട് സ്വദേശി വിനോദ് കുമാറിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ന് പെരിന്തൽമണ്ണ താഴേക്കോട് വെച്ചായിരുന്നു സംഭവം. സീബ്ര ലൈനിലൂടെ റോഡ് കടക്കുന്ന വിദ്യാർത്ഥികളുടെ സമീപത്തുകൂടി അമിത വേഗത്തിൽ ബസ് ഓടിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP കഴിഞ്ഞ മാസം 25-നാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടതിന് ശേഷം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. കുട്ടികൾ ഏറെ നേരം റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നു. അതിനുശേഷം രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ പോയതിനു ശേഷം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാനുള്ള ശ്രമമായിരുന്നു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം ഈ റോഡിൻ്റെ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഈ കുട്ടികളുടെ മുൻപിലൂടെ ഇത് KSRTC ഡ്രൈവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ടും ഈ കുട്ടികളുടെ മുൻപിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് KSRTC ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പോലും ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ പോലും അതൊരു ദുരന്തമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് കൃത്യമായി തന്നെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളിലടക്കം കൃത്യമായി തന്നെ ഇത് പതിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിച്ചാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുത്തിരിക്കുന്നത്. ഈ KSRTC ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. 6 മാസത്തേക്കാണ് റദ്ദാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് സ്വദേശിയായ വിനോദ് കുമാറിൻ്റെ ലൈസൻസാണ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായൊരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതും നിരത്തിൽ നിരവധി ജീവനുകൾ പൊലിയുന്നതും ഒരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കർശനമായ ഒരു നടപടി എന്നുള്ളത് വളരെ അനിവാര്യം തന്നെയാണ്. കാരണം നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അത് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഈ സംഭവത്തിൽ നടപടി എടുത്തിരിക്കുന്നു KP.